കേരളത്തിലെ ജയിലുകളിലെ തടവുകാരുടെ ശമ്പള വർധന സുപ്രീം കോടതി ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലെന്ന് രേഖകൾ. തടവുകാർക്ക് ന്യായമായ വേതനം നൽകണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ വേതന വർധനവ് നടപ്പാക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും കേരളത്തിലേതിന് സമാനമായ വേതന നിരക്കാണ് ഉള്ളത്. ജയിലുകളിലെ സംരംഭങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതത്തിൽ നിന്നാണ് വേതനം നൽകുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് 8 വർഷങ്ങൾക്ക് ശേഷം തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതാണ് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയത്. എന്നാൽ കേരള സർക്കാർ മാത്രം തീരുമാനിച്ച് നടപ്പിലാക്കിയ വർധനവല്ലിത്. 2023 സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജയിലിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാപരമായ തത്വമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ വേതന വർധന നടപ്പാക്കിയത്. തടവുകാരെ വിദഗ്ധ തൊഴിലാളികൾ, അർദ്ധവിദഗ്ധ തൊഴിലാളികൾ, അവിദഗ്ധ തൊഴിലാളികൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇവർക്ക് യഥാക്രമം 620 രൂപ, 560 രൂപ, 530 രൂപ എന്നിങ്ങനെയാണ് പുതിയ വേതനം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നേരത്തെ തന്നെ യഥാക്രമം 615 രൂപ, 548 രൂപ, 524 രൂപ എന്നിങ്ങനെയാണ് തടവുകാർക്ക് വേതനം നൽകുന്നത്. കർണാടകയിലെ ഈ ഉയർന്ന വേതനം ചൂണ്ടിക്കാട്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സംസ്ഥാന സർക്കാരിന്റെ വേതന വർധന നടപടികൾക്ക് വേഗം കൂട്ടി. സംസ്ഥാനത്ത് ആകെയുള്ള 10,000-ഓളം തടവുകാരിൽ 4,200-ൽ താഴെ ആളുകൾ മാത്രമാണ് നിലവിൽ വേതന വർധനവിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. ജയിലുകളിലെ സംരംഭങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതത്തിൽ നിന്നാണ് ഇവർക്ക് വേതനം നൽകുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ജയിലുകളോട് അനുബന്ധമായുള്ള പെട്രോൾ പമ്പുകൾ, ഭക്ഷണ നിർമ്മാണ യൂണിറ്റുകൾ, മറ്റ് സംരംഭങ്ങൾ എന്നിവയുടെ ലാഭവിഹിതത്തിൽ നിന്നാണ് തടവുകാർക്കുള്ള വേതനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ വേതന വർധന സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചാണ് ചിലരുടെ ദുഷ്പ്രചരണങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.